ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എങ്ങനെ കോഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് കോഡിന്റെ ഫോർമാറ്റിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്കത് ബേസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് കോഡിലോട്ട് എത്തുന്നത് എന്നുള്ള കോൺസെപ്റ്റ് നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒരു 6400 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു വിചാരിക്കുക. ഓക്കെ, റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25% പെർ ആനം, അതായത് ഇയർലി ആണെന്ന് കൺസിഡർ ചെയ്യുക. ആനുവൽ കോമ്പൗണ്ടിങ് ആണെന്നും കൺസിഡർ ചെയ്യുക കേട്ടോ. ഒരു വർഷത്തിന്റെ എൻഡിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതെന്ന് കൺസിഡർ ചെയ്ത് ആനുവലി ആണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നത് എന്നും, അതുപോലെ തന്നെ ടൈം ഡ്യൂറേഷൻ 3 years ആണ് എന്നും കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. ഇതിൽ നിന്നും നമുക്ക് ഇൻട്രസ്റ്റ് കണക്കാക്കാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട് അല്ലേ. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കോൺസെപ്റ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡിറൈവ് ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലെ, നമുക്ക് ഇൻട്രസ്റ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോഡഡ് മെത്തേഡിലോട്ട് എത്തുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ബേസിക്സ് വരുന്നത് എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് പോവാം. നമുക്ക് ആദ്യത്തെ വർഷത്തിന്റെ എൻഡിൽ ഇൻട്രസ്റ്റ് കിട്ടും, രണ്ടാമത്തെ വർഷത്തിന്റെ എൻഡിലും ഇൻട്രസ്റ്റ് കിട്ടും, മൂന്നാമത്തെ വർഷത്തിന്റെ എൻഡിലും നമുക്ക് എന്ത് കിട്ടും, എക്സാക്ട്ലി ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, 6400ന്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും വരിക, 25% ആയിരിക്കും വരിക അല്ലെ. അതായത് എത്ര വരിക, 1600 എന്ന് പറയുന്ന റിസൾട്ട് ആണ് വരിക അല്ലെ. ഓക്കെ, ഇനി രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് ഒന്നില്ലെങ്കിൽ എങ്ങനെ കണക്കാക്കാം, 6400 പ്ലസ് 1600 8000 ആണ് വരിക. 8000ന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നമ്മൾ 25% കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. അതായത് 8000ന്റെ 25% കാൽക്കുലേറ്റ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക നമുക്കപ്പോൾ 2000 ആണ് റിസൾട്ട് കിട്ടുക അല്ലെ. ഇത് അല്ലാതെയും നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഇത് അല്ലാതെ രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ഇവിടെ റേറ്റ് എത്രയാണ് നോക്കുക അല്ലെ. 25% ആണ് റേറ്റ് വരിക അല്ലെ. അപ്പൊ 1600ന്റെ കൂടെ എത്ര പെർസെൻറ്റേജ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അതിന്റെ 25% ആഡ് ചെയ്ത് കൊടുത്താലും മതി അല്ലെ. അപ്പൊ 1600ന്റെ 25% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, 400 ആണ് വരിക. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര തന്നെയാണ് വരിക, എക്സാക്ട്ലി 1600 പ്ലസ് 400 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, 2000 എന്ന് പറയുന്ന റിസൾട്ട് ആണ് വരിക അല്ലെ. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. അതായത് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ റേറ്റ് പെർസെൻറ്റേജ് 25% പറഞ്ഞ 1/4 ആണ് വരിക അല്ലെ. അതായത് ഓരോ വർഷവും ഇൻട്രസ്റ്റിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റും, റേറ്റ് പെർസെൻറ്റേജിന് പ്രപ്പോർഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റും അല്ലെ. അതായത് ഇൻട്രസ്റ്റ് എത്ര ശതമാനമാണ് ഇൻക്രീസ് ചെയ്യുന്നത് ചോദിച്ചാൽ എത്രയാണോ റേറ്റ് പെർസെൻറ്റേജ് വരുന്നത് അതേ പ്രപ്പോർഷനിൽ തന്നെയാണ് ഇൻട്രസ്റ്റും ഇൻക്രീസ് ചെയ്യുക അല്ലെ. അത് 1/4 എന്ന് പറഞ്ഞാൽ 4 ബിക്കംസ് എത്രയാണ്, 5 ആണ് ആവുക അല്ലെ. അതാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി 2000ന്റെ കൂടെ വീണ്ടും എത്ര ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ എക്സാക്ട്ലി 25% ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്രയായിരിക്കും വരിക, എക്സാക്ട്ലി 2000ന്റെ 25% എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എത്ര വരിക, 500 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ 3rd ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, 2500 ആണ് വരിക അല്ലെ. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സാക്ട്ലി നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏത് പ്രപ്പോർഷനിലായിരിക്കും, 4:5 എന്ന് പറയുന്ന പ്രപ്പോർഷനിലായിരിക്കും ഉണ്ടാവുക അല്ലെ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, 1600 2000 2500 ആണ് വരിക അല്ലെ. അപ്പൊ ഓവറോൾ നമുക്ക് കിട്ടുന്ന എത്രയെന്ന് പറഞ്ഞാൽ 6100 ആണ് നമുക്ക് ഇൻട്രസ്റ്റിന്റെ ഫോമിൽ നമുക്ക് കിട്ടുന്നത് അല്ലെ. ഓക്കെ, ഈ ഒരു പ്രപ്പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കൺസേൺഡ് ആയിട്ടുള്ള പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് കോഡഡ് ഫോമിൽ എത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റിന്റെ വാല്യൂ ഇൻക്രീസ് എന്തിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് വരിക, റേറ്റിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് വരിക കേട്ടോ. ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ.
ഇനി രണ്ടാമത്തെ ഇതിന്റെ കോൺസെപ്റ്റിനെ നമ്മൾ വേറൊരു രീതിയിൽ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കൂ, ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ്, സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ തേർഡ് ഇയർ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഇയർ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്ര വരിക? 6400ന്റെ എത്ര പെർസെൻറ്റേജ്? 25% പറയുമ്പോൾ 1600 ആണ് വരിക അല്ലെ. ഇനി രണ്ടാമത്തെ വർഷവും നമ്മൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിൽ 1600 എന്തായാലും ഉണ്ടാകും. ഓക്കെ, 1600 എന്തായാലും ഉണ്ടാകും. എത്രയാണ് അഡീഷൻ കിട്ടുക എന്ന് ചോദിച്ചാൽ 1600ന്റെ 25% അഡീഷണലി നമുക്ക് രണ്ടാമത്തെ വർഷം കിട്ടുക അല്ലെ. അതായത് എത്രയാണ് വരിക? എക്സാക്ട്ലി 400 എന്ന് പറയുന്ന റിസൾട്ട് ആണ് കിട്ടുക അല്ലെ. ഓക്കെ, ഇനി മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, 1600 ഉണ്ടാകും, അതേപോലെ തന്നെ എത്രയും ഉണ്ടാകും? 400 ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് അഡീഷണലി എത്രയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഈ 1600ന്റെ 25%. ഓക്കെ, നമുക്ക് എന്ത് പറയാൻ പറ്റും? 400 ആണ് പറയാൻ പറ്റുക. അതേപോലെ തന്നെ ഈ 400ന്റെയും 25% അല്ലെ, ഇത് രണ്ടും അഡീഷണൽ ആയിട്ട് എന്ത് വരും? തേർഡ് ഇയറിൽ കയറി വരും അല്ലെ. ഓക്കെ, അപ്പൊ 400ന്റെ 25% പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? അപ്പൊ എക്സാക്ട്ലി 100 എന്ന് പറയുന്ന റിസൾട്ട് ആണ് കിട്ടുക അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ഇയറിൽ 1600, സെക്കൻഡ് ഇയറിൽ 1600 പ്ലസ് 400 എത്ര വരിക? 2000 ആണ് വരിക. തേർഡ് ഇയറിൽ എത്ര വരിക? എക്സാക്ട്ലി 1600 പ്ലസ് 400 2000 പ്ലസ് 400 2400 പ്ലസ് 100 എന്ന് പറയുമ്പോൾ എത്ര വരിക? 2500 എന്ന് പറയുന്ന റിസൾട്ട് ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയും വേണമെങ്കിൽ എഴുതാന്ന് വെച്ചാൽ ഇവിടെ 3 തവണയാണ് എന്ത് വരുന്നത്? എക്സാക്ട്ലി 1600 വരുന്നത് അല്ലെ. 3 തവണ 1600 വരുന്നുണ്ട്, പ്ലസ് 3 തവണയാണ് എന്ത് വരുന്നത്? 400 വരുന്നത്, പ്ലസ് 1 തവണയാണ് എന്ത് വരുന്നത്? 100 വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? 4800 പ്ലസ് 1200 പ്ലസ് എത്ര വരിക? 100 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? 6100 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ഡിറൈവ് ചെയ്യുന്നത്? കോഡ് ഡിറൈവ് ചെയ്യുന്നത് കേട്ടോ. അതായത് എന്താണ് വരിക? 331 എന്നതാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്. 3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കാനുള്ള കോഡ് എന്ന് പറയുന്ന എത്ര വരിക? എക്സാക്ട്ലി 331 എന്ന് പറയുന്ന കോഡാണ് വരിക അല്ലെ. ശരിക്കും ആ കൺസേൺഡ് കോഡ് ഈ ഒരു പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നത്? ഡിറൈവ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കോഡിന്റെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുന്നത് എന്നും നമുക്കൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ 331 ആണ് കോഡ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് അടുത്ത ഒരു പേജിലോട്ട് പോവാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. 3 വർഷത്തെ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറഞ്ഞു പോകാൻ ചോദിച്ചാൽ 331 എന്ന് പറയുന്ന കേസാണ് 3 വർഷത്തെ കോഡ് അല്ലെ. കാരണം നമുക്ക് ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? 3 ആണ് 1 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ 3യുടെ അണ്ടറിൽ എത്ര വരുന്നത്? 3 ടൈംസ് 1600 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കത് എങ്ങനെ ഇതിലോട്ട് എഴുതണം എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? 6400ന്റെ 25% കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്രയായിരിക്കും വരിക? 1600 ആയിരിക്കും വരിക അല്ലെ. ഓക്കെ, ഇനി അടുത്ത 3യുടെ അണ്ടറിൽ നമുക്ക് എന്താണ് വരേണ്ടത് നോക്കാം. 3 ടൈംസ് 400 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും ചോദിച്ചാൽ ഇവിടെ 1600 ആണ് അല്ലെ. ഈ 1600ന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? 25% എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക? 400 ആണ് വരിക അല്ലെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ എന്താണ്? 1 ടൈം 100 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ 1 ടൈം 100 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറഞ്ഞു പോകാൻ പറ്റും? ഈ 400ന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? 25% കാൽക്കുലേറ്റ് ചെയ്താലാണ് 1ന്റെ അണ്ടറിൽ എന്ത് വരിക? 100 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടുക അല്ലെ. 400ന്റെ 25% which is equal to എത്ര വരിക? 100 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കണക്കാക്കിയാൽ മതി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 3 × 1600 4800 ആണ് വരിക. 3 × 400 എന്ന് പറയുമ്പോൾ 1200 വരും.
1 × 100 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര റിസൾട്ട് കിട്ടുക? 100 ആണ് കിട്ടുക അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി എത്രയെന്ന് വരിക? 6100 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ വർഷത്തിന്റെയും നമുക്ക് എങ്ങനെയാണ് കോഡ് ഡിറൈവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അതും നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങളെ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നത് ഈ എൻറ്റയർ പാർട്ടാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? എക്സാക്ട്ലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. 3 വർഷത്തെ കോഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സാക്ട്ലി എത്ര എന്ന് പറയാൻ പറ്റും? 331 ആണ് 3 വർഷത്തെ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. 3 വർഷത്തെ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പറയാൻ പറ്റും? എക്സാക്ട്ലി 331 എന്നാണ് പറയാൻ പറ്റുക അല്ലെ. അപ്പോൾ 2 വർഷത്തെ കോഡാണെന്ന് കൺസിഡർ ചെയ്യുക. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഇവിടെ 3 ഇയേഴ്സിന്റെ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ന് പറയാൻ പറ്റും? 331 എന്ന് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ 3 വർഷത്തിന്റെ കോഡ് എന്ന് പറയുമ്പോൾ 331 എന്നാണ് പറയാൻ പറ്റുക. അപ്പോ 2 വർഷത്തിന്റെ കോഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ട്, 2 വർഷത്തിന്റെ കോഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ട് നോക്കിയാൽ മതി അല്ലെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 2 തവണ 1600, 1 തവണ 400 എന്നാണ് പറയുന്നത് അല്ലെ. അതായത് 2 തവണ 1600 അതേപോലെ തന്നെ 1 തവണ 400 വരിക അല്ലെ. അപ്പൊ നമുക്ക് കോഡ് എന്ത് പറയാൻ പറ്റും? എക്സാക്ട്ലി 21 ആണ് കോഡ് വരിക അല്ലെ. അതായത് 2 ഇയേഴ്സിന്റെ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും? 21 എന്നാണ് കോഡ് വരിക. ഇനി 1 ഇയറിന്റെ കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എത്ര തന്നെയാണ് വരിക? 1 തവണ 1600 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 ഇയറിന്റെ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? 1 എന്നാണ് പറയാൻ പറ്റുക അല്ലെ. 1 തവണ 1600, അപ്പൊ എത്ര റിസൾട്ട് വരിക? 1 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് എക്സാക്ട്ലി കിട്ടുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കോഡുകൾ എഴുതി പോകേണ്ടത് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ അടുത്ത് 4 ഇയേഴ്സിന്റെ കോഡാണ് ചോദിച്ചിരിക്കുന്നതെന്ന് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കേസ് എന്താന്ന് വെച്ചാൽ കോഡിന്റെ സ്റ്റാർട്ടിങ് എന്താണ് വരിക? എത്ര ഇയേഴ്സ് ആണോ അതിലാണ് കോഡ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. കോഡ് എൻഡ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? ഒരു ന്യൂമറിക്കൽ വാല്യൂ ഒരു തവണ മാത്രമേ എന്ത് ചെയ്ത് വരുള്ളൂ? റിപ്പീറ്റഡ് ആയിട്ട് വരുള്ളൂ അല്ലെ. അപ്പൊ തുടങ്ങുന്നത് എപ്പോഴും എന്താണ്? എത്ര ഇയേഴ്സ് ആണോ ഉള്ളത് ആ ന്യൂമറിക്കൽ വാല്യൂവിൽ തുടങ്ങുകയും എൻഡ് ചെയ്യുന്നത് എന്തിലായിരിക്കും? 1-ലുമായിരിക്കും എൻഡ് ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പോൾ 1 ഇയറിന്റെ 1 ആണ്, 2 ഇയറിന്റെ 2 ആണ്, 3 ഇയറിന്റെ 3 എന്ന് പറഞ്ഞാൽ 4 വർഷത്തിന്റെ കോഡ് എന്തായിരിക്കും വരിക? സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും വരിക? എക്സാക്ട്ലി 4 ആണ് വരിക. അതുപോലെ തന്നെ ഇപ്പൊ 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 3 ന്യൂമറിക്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് വരുന്നത്. 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 2 ന്യൂമറിക്കൽ വാല്യൂ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് വരുന്നത്. അങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ 4 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരണം? എക്സാക്ട്ലി 4 എണ്ണമാണ് എന്താവേണ്ടത്? ഇൻകോർപ്പറേറ്റ് ആവേണ്ടത് അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ചോദിച്ചാൽ അവസാനം നമുക്ക് എന്താ പറയാൻ പറ്റുക? 1 ആണ് വരുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ 2 പൊസിഷനിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്ത് പോകേണ്ടത്? ചെക്ക് ചെയ്ത് പോകേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ 3ഉം ഇവിടെ 1 എന്ന് പറയുക അല്ലെ. ഈ 3 എങ്ങനെ കിട്ടിയത് ചോദിച്ചാൽ ഇത് രണ്ടിന്റെയും സമ്മാണ് കിട്ടിയിരിക്കുന്നത്. 2 + 1 ആണ് എന്ത് വരിക? എക്സാക്ട്ലി 3 വരിക കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. 4 വർഷത്തിന്റെ കേസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കൂ നിങ്ങൾ, 4 ഇയേഴ്സിന്റെ കേസ് എന്ന് പറയുമ്പോൾ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ 1 വെച്ച് എൻഡ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഈ ഗ്യാപ്പിൽ ഏതാ വരേണ്ടത്? 3 + 3 6 ആണ് വരേണ്ടത്. ഈ ഗ്യാപ്പിൽ 3 + 1 എന്ന് പറയുമ്പോൾ എത്ര വരേണ്ടത്? 4 ആണ് വരേണ്ടത് അല്ലെ. അപ്പൊ 4 വർഷത്തിന്റെ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും? 4641 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക. തുടക്കത്തിൽ ഉള്ളത് എത്ര ഇയേഴ്സ് ആണോ അതാണ് കോഡിന്റെ ഇനീഷ്യൽ ന്യൂമറിക്കൽ വാല്യൂ. ഫൈനൽ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ എപ്പോഴും 1 ആണ് വരിക. ഇൻ ബിറ്റ്വീൻ ഉള്ള ന്യൂമറിക്കൽ വാല്യൂസ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സാക്ട്ലി സം ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇവിടെ 3 + 3 6 വരും. 3 + 1 എന്ന് പറയുമ്പോൾ എത്ര വരിക? എക്സാക്ട്ലി 4 ആണ് വരിക അല്ലെ. ഓക്കെ, ഇനിയിപ്പോ 5 വർഷത്തിന്റെ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഇനീഷ്യൽ 5 ആണ് വരിക, ഫൈനൽ എത്ര വരിക? എക്സാക്ട്ലി 1 ആണ് വരിക. അപ്പൊ എത്ര സ്പേസ് വേണം എന്നുള്ളത് നോക്കുക അല്ലെ. അപ്പൊ 5 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 5 ന്യൂമറിക്കൽ വാല്യൂ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാൻ അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ 4 + 6 10 ആണ് വരിക, 6 + 4 10 ആണ് വരിക, 4 + 1 എന്ന് പറയുമ്പോൾ എത്ര വരിക? 5 ആണ് വരിക അല്ലെ. ഓക്കെ,
അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാക്ട്ലി കോഡിൻ്റെ കാൽക്കുലേഷൻസ് വർക്കൗട്ട് ചെയ്ത് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കോഡിൻ്റെ കാൽക്കുലേഷൻ ഒരിക്കലും കാണാപ്പാട് പഠിക്കാൻ പാടില്ല, മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഈ കോഡിൻ്റെ കോൺസെപ്റ്റ് വളരെ നല്ല രീതിയിൽ CI/SIയുടെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഒരുപാട് ബെനിഫിഷ്യൽ ഉള്ള ഒരു കോൺസെപ്റ്റാണ് ഈ കോഡഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോഡഡ് ഫോമിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോഡിലോട്ട് എത്തിയത് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സെഷൻസ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമ്മുടെ മറ്റൊരു സെഷനിൽ ഉണ്ടാകും എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൺസേൺ ആയിട്ടുള്ള സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, ബൈ ട്ടോ. ഓക്കെ.